ഹായ് ഹലോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ ഇന്നലെ പ്ലാൻ ചെയ്തിട്ട് കിടന്നതായിരുന്നു, നേരത്തെ എണീക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ 5:30ക്ക് ഞാൻ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗതികെട്ട് എണീറ്റ് 7 മണിക്ക് എണീക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഒന്നാമത് ഭയങ്കര തണുപ്പാണ്. രാവിലെ എണീക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റിസ്ക് ടാസ്ക്കാണ് എണീക്കാന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ 7 മണിക്ക് എണീറ്റ് ഞാൻ ശരിക്കും 7 മണിക്ക് എണീക്കുന്ന ആളെയല്ല. 8:30 9 o'clock ആ ഒരു ടൈമിൽ എണീക്കുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ എണീറ്റ് കുഴപ്പമില്ല. നമ്മൾ ഇന്നിപ്പോൾ 7 മണിക്ക് എണീക്കുകയാണെങ്കിൽ നാളെ കുറച്ചും കൂടി 6:30 6 o'clock അങ്ങനെ ടൈം മാറ്റി മാറ്റി കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് നമുക്ക് എണീക്കാനൊക്കെ പറ്റും, പക്ഷെ അത് ഒന്നാമത് കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ ഇതായിപ്പോവും. പിന്നെ അത് മാത്രമല്ല, രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് എനിക്ക് മെഡിസിൻ എടുക്കാനുണ്ട്. ഒന്നുമില്ല, എൻ്റെ അലർജിക്ക് ഉള്ള ഇതാണ്. അപ്പം ഞാനൊരു 1 വീക്കായി മെഡിസിൻ എടുക്കുന്നത്. നല്ല മാറ്റമുണ്ട്. പിന്നെ ഒന്നാമത് ഈ തണുപ്പ് സമയത്ത് എനിക്ക് രാവിലെ എണീക്കുക, സംസാരിക്കുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വിഷന് വരെ ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല, അതൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷെ ഇന്നലത്തെ പോലെ ഉണ്ടാവരുതെന്ന് വിചാരിക്കുന്നു. കാരണം ഇന്നലെ വരെ ഞാൻ എണീക്കുക, രാവിലെ അത്യാവശ്യം കഴിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പിന്നെ അറിയാലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, കുറേ ഫോൺ നോക്കിയിട്ടിരിക്കും. നൈറ്റ് വരുന്ന ഫുൾ ടൈം ഫോണിൽ തന്നെ ഇരിക്കും. അങ്ങനെ ഒന്നും ഞാൻ ചെയ്യൂല, അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് അതിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് മാറ്റം കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത്. അപ്പം ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നതിനെക്കാട്ടിയും എടുക്കുന്ന അന്ന് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെക്കാട്ടി കുറച്ച് ഡേയ്സ് മുന്നേ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെന്നായിരിക്കുന്നു. ഇന്ന് മുതൽ കുറച്ച് മാറ്റങ്ങൾ ഡെയിലി ലൈഫിൽ കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഞാൻ വേഗം കിച്ചണിലെ വർക്ക് തീർക്കണം. ഞാൻ ശരിക്കും ഉച്ചക്ക് ചോറും കാര്യങ്ങളൊക്കെ ഞാൻ ഉച്ച സമയമാകുമ്പോഴേ ഉണ്ടാക്കാറുള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ നേരത്തെ എണീറ്റിട്ട് ആ വർക്ക് വേഗം കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെയല്ല. അപ്പം ഇന്ന് ഞാൻ വിചാരിക്കുന്നു നേരത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പരിപാടിയൊക്കെ വേഗം തീർത്തെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ചോറ് ഒന്നാമത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറിന് വേണ്ടിയിട്ട് അരി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിയാണ്. എനിക്കെന്ന് വെച്ചാൽ ഒന്നാമത് ഈ പച്ചക്കറികൾ ഉണ്ടാക്കാൻ ഇഷ്ടമല്ല. എന്താണെന്നല്ല, ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും, അങ്ങനെ സൈഡ് ഡിഷും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷെ പച്ചക്കറികൾ ഉണ്ടാക്കാൻ ഇഷ്ടമല്ല. ഞാൻ അധികം പച്ചക്കറി കഴിക്കലും ഇല്ല. കറികൾ ഇട്ടോ അങ്ങനെ കഴിക്കാറില്ല. ഇന്ന് ഞാൻ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ നമ്മൾ സാമ്പാറും കഴിക്കുന്ന ഒരാളല്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ ഞാൻ കഴിക്കും കേട്ടോ. അതിലെന്താ വെച്ചാൽ അങ്ങനെ അധികം പച്ചക്കറികളൊന്നും ഉണ്ടാവില്ല. പരിപ്പും കുറച്ച് 2-3 പീസ് പച്ചക്കറി കാര്യങ്ങളിട്ട് സാമ്പാർ മസാല ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഈ കുക്കർ സാമ്പാർ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒന്നാണ്. പക്ഷെ അത് ആ സാമ്പാർ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. വേറെ പുറമേ നിന്നൊന്നും സാമ്പാർ ഞാൻ കഴിക്കുകയല്ല. എനിക്കൊരു ദിവസം പണിയിട്ടുകൊണ്ട് ഞാൻ അത് നിർത്തിയതാണ്. കാസ്ലിക്ക് സദാജി പഴമൊക്കെ കൊടുത്തിട്ട് പോയിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഞാനും കാസ്ലി വലിയ കമ്പനി ഒന്നുമല്ല കേട്ടോ. കമ്പനി വിട്ട് നമ്മൾ ഈ പണി എടുക്കുമ്പോഴായാലും അതുപോലെ എപ്പോൾ ആയാലും എനിക്ക് പാട്ട് കേട്ടിട്ടേ ഇരിക്കണം എന്നാണ്. ഫുൾ ടൈം പാട്ട് കേൾക്കുന്ന ആളാണ്. അപ്പം ഞാനിത് കണക്ട് ചെയ്യാൻ പോവാണ്. ഇപ്പം ഞാൻ പുഷ്പ 2 സോങ്ങാണ് കേൾക്കുക. 3 സോങ്ങും എനിക്ക് ഫേവറേറ്റ് ആണ്. സിനിമ ആക്ച്വലി ഞാൻ 2 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. പുഷ്പ 2 എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ട ആ സിനിമ. അതിൻ്റെ ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ. ഓൾറെഡി എനിക്ക് പുഷ്പ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഒരു പ്രാവശ്യം കാണും കേട്ടോ, നോ പ്രോബ്ലം. അപ്പം ഞാൻ പാട്ടൊക്കെ പണി തുടങ്ങാണ്.
ഗൈസ് അപ്പം ഞങ്ങൾ പുറത്തേക്ക് പോകാറങ്ങാണ്. പഴനിയിൽ പോകാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ പഴനിയിൽ? ആ യാ എന്താ തപ്പുന്നത്? അപ്പൊ ഞങ്ങൾ പഴനിയിലോട്ട് പോവാണ്. പഴനിയിൽ എന്താ പരിപാടി എന്ന് വെച്ചാല് സദാജിക്ക് അവിടെ വർക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. പ്രിന്റ് എടുക്കാനൊന്നുമില്ല. ഓക്കെ അപ്പം ടൈം എടുക്കോ? അവർക്ക് മൊബൈൽ ഡിസ്പ്ലേ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഒരു മെഡിസിൻ വാങ്ങാനുണ്ട് എനിക്കിത് അലർജീൻ്റെ. അപ്പം അത് അന്ന് പോയപ്പോൾ അവിടെ കടയിൽ ഇല്ലാത്തതുകൊണ്ട് അവര് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്ന് ഇന്നാണ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതും ഒന്ന് വാങ്ങിക്കണം. അപ്പം ഇതൊക്കെയുള്ളൂ. അപ്പം അതിനായിട്ട് പോകുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. യാ പിന്നെ ഇപ്പം സമയം 8:15 ആയിട്ടുണ്ട്. 8:15 ഞാൻ റെസ്റ്റ് എടുക്കുകയായിരുന്നു ആക്ച്വലി. അപ്പോൾ സദാജി വിളിച്ച് റെഡി ആകാൻ പറഞ്ഞു. സോ റെഡിയായി പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഗ്യാസിലിനെ ഒന്ന് സെറ്റാക്കണം. ഗൈസ് ഇവിടെ ഗ്യാസ് തീർന്നു, ഇന്നലെ തീർന്നതാണ് ഗൈസ്. അപ്പം ഞാൻ പുറത്താണ് നിൽക്കുന്നത്. സദാജി വരുന്നുണ്ട്. ഞാനും സദാജി വെച്ച് റെഡി ആകുമ്പോൾ ഞാനാണ് ഫസ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ സദാജി അല്ല. കാരണം ഞാൻ റെഡി ആയി കഴിഞ്ഞാൽ അങ്ങനെ റൂമിൽ നിൽക്കല്ല, വേഗം പുറത്തേക്ക് വരും. എനിക്ക് പുറത്ത് നിൽക്കാൻ പറ്റില്ല, സോറി ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല. കഴിഞ്ഞാ ഇത് ഇവിടുത്തെ ഒരു തിയേറ്ററാണ്. മെഡിസിൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത്ര ടാബ്ലറ്റ് കഴിക്കണം. ഇനി എങ്ങോട്ടാ? സദാജി മൊബൈൽ ഡിസ്പ്ലേ വാങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെ ഞാൻ ഇവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ചായപ്പൊടിയിലേക്ക്, സോറി കാപ്പിപ്പൊടി അല്ലേ ഇത്? എടുത്തു വെക്കൂ. ഇവിടെയാണ് പഴനി റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇതിന്റെ അപ്പുറത്ത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ, ഇത് പോലീസ് ക്യാമ്പ്. ഇവിടെ ഇതിന് മുന്നേ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ബൈപ്പാസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്ന് ശീലിച്ചില്ലടോ. നമ്മൾ കുറേ ടൈംസ് ഇവിടെ നൈറ്റ് ടൈമൊക്കെ ഇങ്ങോട്ട് വരലുണ്ട്. അവിടെ ഒരു ബേക്കറി ഉണ്ട്, MDS എന്ന് പറഞ്ഞൊരു ബേക്കറി. അവിടെ പോയി ചായ കുടിക്കുകയാണ് സ്ഥിര പരിപാടി. സൈഡ് എങ്ങനെയുണ്ട്? ഗൈസ് ഇതിന്റെ ഫേവറേറ്റ് ആട്ടോ. പോവാ. ഇത് വലിയ ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. സദാജി എന്നെ കഴിച്ചു കഴിഞ്ഞു. പക്ഷെ കുപ്പി എനിക്ക് ആവശ്യമുണ്ട്. സമയം ഗൈസ് 10 മണിയാവുന്ന. കാലുവേദന, സ്റ്റെപ്പ് കയറിയപ്പോൾ നല്ല കാലുവേദന. വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. ഇതാണ് എൻ്റെ ആമക്കൊട്ടൻ. ഇതിനെ ഞാൻ പുറത്തിറക്കല്ല, ചളിയാവുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് കോഴിക്കോട് നിന്ന സമയത്താണ് ഞാൻ പുറത്തേക്ക് എടുത്തത്. ഇപ്പം ഇവിടെ വന്നിട്ട് ഞാൻ ഉള്ളിലിട്ട് വെച്ചിട്ടില്ല. ഇതുപോലെ കുറേ ബൊമ്മകളൊക്കെ ഉണ്ട് കേട്ടോ. എടുക്കല്ല പുറത്തേക്ക്, ചളിയായാലോ വിചാരിച്ചിട്ടാ ഞാൻ. അപ്പോൾ ഇനി പരിപാടി എന്ന് വെച്ചാൽ കിടന്നുറങ്ങണം. സദാജി അവിടെ വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെന്ന് അവർ പുറത്തു പോയപ്പോൾ മയിലിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി മയിൽപ്പീലി എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ്. പക്ഷെ ഇനിയും മയിൽപ്പീലി കിട്ടിയില്ല. എൻ്റെ മയിൽപ്പീലിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ നാളെ കൊണ്ടുവരും. അപ്പോൾ അവരിന്ന് മയിലിനെ പിടിച്ച്, അതെന്തോ കിണറ്റിൽ വീണതായിരുന്നു പോലും. അപ്പോൾ അതിനെ ഇവർ പോയി രക്ഷിച്ച് എടുത്ത് അവിടെ ഫോറസ്റ്റിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു മയിലിനെ തൊട്ടടുത്ത് കാണണം എന്നൊക്കെ. പക്ഷെ ആ ഭാഗ്യം സദാജിക്കാണ് കിട്ടിയത്. അപ്പോൾ ആ വീഡിയോ എന്താ എഡിറ്റ് ചെയ്യാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.
ഇനിയും വ്ളോഗൊക്കെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.